എല്ലാ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഇപ്പോൾ അവധിക്കാലം ആഘോഷിക്കുന്ന ഒരു തിരക്കിലാണ്. സ്കൂളുകളൊക്കെ അടച്ചല്ലോ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ. അവർ മാതാപിതാക്കളോടൊപ്പം വിവിധ രാജ്യങ്ങൾ, സ്വന്തം നാട്, മറ്റ് പല സ്ഥലങ്ങൾ കാണുവാനും അതിൻ്റെ ഭംഗി ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും ഒക്കെ യാത്രകൾ ചെയ്യാറുണ്ട്. ഈ യാത്രകൾ ചെയ്യുന്ന സമയത്ത് നാം കാണുന്ന ചില കാഴ്ചകൾ, അവിടെയുള്ള ജനങ്ങൾ, അവരുടെ ജീവിത രീതി, ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുവാൻ സാധ്യതകളും ഉള്ളതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സ് ഒരു സ്പോഞ്ച് പോലെയാണ്. പെട്ടെന്ന് എന്ത് കണ്ടാലും അത് ഒപ്പിയെടുക്കുവാനുള്ള വലിയൊരു ത്വര, ഒരു ഡിസയർ, ഒരാഗ്രഹം അവരുടെ മനസ്സിലുണ്ട്. അത് അവരുടെ പ്രായത്തിൻ്റെതായിട്ടുള്ള ഒരു ഇൻക്വിസിറ്റീവ്നെസ്സാണ്. എന്നാൽ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മളെവിടെ പോയാലും എന്ത് കണ്ടാലും, ഏതെല്ലാം തരത്തിലുള്ള ജീവിത രീതികൾ കണ്ടാലും, എത്ര മോഡേണിസം മറ്റ് രാജ്യങ്ങൾ അവലംബിക്കുന്നത് കണ്ടാലും, അതൊക്കെ ഓരോ രാജ്യത്തിൻ്റെ രീതികളാണെന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മാതാപിതാക്കൾ പറഞ്ഞു തരുന്നതും നമ്മുടെ അധ്യാപകർ പറഞ്ഞു തരുന്നതുമായ കാര്യങ്ങൾ നമ്മുടെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് മുന്നോട്ട് പോകേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. ഈ കാലത്ത് ഇന്ന് എന്തിന് ക്ഷാമമുണ്ട് എന്ന് ചോദിച്ചാൽ അത് നല്ല സ്വഭാവത്തിനാണ്. അതിനെ ഊട്ടി വളർത്തുന്ന കുടുംബങ്ങളുള്ള ഭവനങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. പക്ഷേ കുഞ്ഞുങ്ങളിപ്പോൾ അനുസരണം അവരിൽ അല്പം കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടവുമാണ്. കാരണം തങ്ങളുടെ കൂട്ടുകാർ പറയുന്നതും ഈ ലോകത്ത് കാണുന്നതും അതൊക്കെ അങ്ങനെയാണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റില്ല, പാടില്ല എന്നുള്ള ചോദ്യങ്ങളുമായി മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്ന ഒരു തരത്തിലേക്ക് കുഞ്ഞുങ്ങൾ മാറുകയും ചെയ്യാറുണ്ട്. എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ ലോകത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും നേരം ഇരുട്ടി വെളുത്ത് പിന്നെയും സൂര്യൻ ഉദിച്ച് ഓരോ ദിവസം മുന്നോട്ട് കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ലക്ഷ്യബോധത്തോടു കൂടെ, നല്ല സ്വഭാവം നമ്മളിൽ വളർത്തിയെടുത്ത് ഉത്തരവാദിത്വ ബോധത്തോടു കൂടി, ലക്ഷ്യബോധത്തോടു കൂടെ നമ്മൾ യാത്ര ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മൾ എന്തെല്ലാം നേടിയാലും നമ്മളുടെ വ്യക്തിത്വം നിലനിർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അത് മറ്റൊരു വ്യക്തിയെ സ്വാധീനിക്കുന്ന തരത്തിൽ നമ്മുടെ സ്വഭാവം രൂപീകരിച്ചെടുക്കുവാൻ കുഞ്ഞുങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഒരു രാജ്യത്തുള്ളതോ എന്ത് കാഴ്ചകൾ കണ്ടാലും, എന്ത് ജീവിത രീതി കണ്ടാലും അതിനെ നേരെ ഒപ്പിയെടുക്കുവാൻ ശ്രമിക്കാതെ നല്ലത് മാത്രം നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട്, നമ്മുടെ മാതാപിതാക്കൾ അറിവുള്ളവരാണ്, നമ്മേക്കാൾ പ്രായമുള്ളവരാണെന്നുള്ള ബോധ്യത്തോടു കൂടെ, അനുസരണശീലത്തോടു കൂടെ നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണം. ഈ അവധിക്കാലം നിങ്ങൾക്ക് സന്തോഷിക്കാം, എന്നാൽ കുറേ സമയം പഠിക്കുവാനും അതുപോലെ നല്ല പുസ്തകങ്ങൾ വായിക്കുവാനും, നല്ല സ്ഥലങ്ങൾ കണ്ട് നല്ല റിപ്പോർട്ട്സൊക്കെ എഴുതുവാനും, അതൊരു നല്ല ഹോബിയായിട്ട് എടുക്കുവാനും ഒക്കെ നിങ്ങൾ പരിശ്രമിക്കണം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ അവധിക്കാലമൊക്കെ കഴിഞ്ഞു പോകും. നിങ്ങൾ വീണ്ടും സ്കൂളിലേക്ക് മടങ്ങി വരണം. നിങ്ങളെ കാത്തിരിക്കുന്ന വലിയൊരു പരീക്ഷകൾ, പഠനങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് മനസ്സെപ്പോഴും ആ ഒരു ചിന്തയിൽ നിലനിർത്തിക്കൊണ്ട് നിങ്ങളുടെ അവധിക്കാലം ആഘോഷിക്കുക, സന്തോഷിക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ.